ഹായ് മൈ ഡിയർ ഓൾ. ഈ പോട്ടിൽ വെച്ച് എൻ്റെ ആലുവേരയുടെ പ്ലാന്റ് ഒന്ന് കണ്ടോ? ഒന്നല്ല കേട്ടോ, അതിൽ ഒരുപാട് പ്ലാന്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ 2 കൊല്ലം മുമ്പ് ഒരു പ്ലാന്റ് വെച്ചതാണ് ഞാൻ ആ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത്. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 10 പ്ലാന്റെങ്കിലും മിനിമം കാണും കേട്ടോ, വലുത്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പിരിച്ച് ഒറ്റൊറ്റയായിട്ട് വെക്കണം. കാരണം ഈ പ്ലാന്ററാണെങ്കിൽ വീണുകൊണ്ടേയിരിക്കുക വെയിറ്റ് കാരണം, അത് നിൽക്കണില്ല. അപ്പോൾ അങ്ങനെ അത് എടുത്തുകൊണ്ട് വന്ന് നോക്കുമ്പോഴേക്കും കയ്യോടെ പൊട്ടി വരാൻ തുടങ്ങി അതിൻ്റെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ. അപ്പം എന്നാൽ വിചാരിച്ചു ആ കണ്ടെയ്നർ മുഴുവൻ പൊട്ടിച്ചങ്ങോട്ട് എടുത്തിട്ട് ഇതിനെ വേറെ വേറെ ആയിട്ട് പല പോട്ടുകളിലായിട്ട് വയ്ക്കാം. ഒഴിഞ്ഞ പോട്ടുകളൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കട്ടെ. ഇനി കുറച്ചൊക്കെ കിടക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ അകത്തേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് കളയാനും ഒരു വിഷമം. ഇത് ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ള സാധനമാണ്. കുറേ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് ഇതിൻ്റെ ഇലയൊക്കെ വന്ന് വാങ്ങിയിട്ട് പോകാറുണ്ട്. ചിലവർ പ്ലാന്റിനെ വാങ്ങിയിട്ട് പോകാറുണ്ട്. എന്നാൽ പിന്നെ ഇത് ഓരോരോ പോട്ടിൽ അങ്ങോട്ട് പോട്ടിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് വേരൊക്കെ ഒന്ന് ഉറച്ച് കഴിഞ്ഞാലേ ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മുടെ ഗ്രൂപ്പിൽ ആളുകൾ തുരുതുരാ വന്ന് വാങ്ങിക്കൊണ്ട് പൊക്കോളും. നല്ലപോലെ സൂക്ഷിച്ച് ചെയ്യും വേണം. നല്ല മുള്ളൊക്കെ ഉണ്ടല്ലോ, കയ്യിലൊക്കെ തറച്ച് കയറിയാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് മുഴുവനായിട്ടൊക്കെ ഒന്ന് എടുത്ത് ശരിയാക്കി പ്ലാന്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കും. അങ്ങനെ നിങ്ങളെ അതൊക്കെ കാണിച്ച് ബോറടിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ല ഞാൻ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സ്റ്റോറി അങ്ങോട്ട് പറഞ്ഞുതരാം കേട്ടോ. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് 3 ഫുളിഷ് വിമൻ. ഓക്കെ, അതിൽ തോന്നുന്നു ഞാൻ തന്നെയാണ് കേട്ടോ. ഈ സംഭവം നടന്നതാണെങ്കിലോ ഒരു 12th മാർച്ച് 1992. ഇത് കാണുന്ന പലരും ആ സമയത്ത് ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല കേട്ടോ. ആ സമയത്തെ സ്റ്റോറിയാണത്. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും അവരെൻ്റെ കലീഗ്സും കൂടെയാണ് കേട്ടോ. 3 പേരും കൂടെ ഒരു ദിവസം ഓഫീസിൽ നിന്ന് ഉച്ച സമയത്ത് ലഞ്ചിന് ജസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പ് ഞങ്ങളുടെ സൂപ്പർവൈസറുടെ നിന്ന് പെർമിഷനും വാങ്ങി ഞങ്ങളൊന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞു. എവിടെ പോകണമെന്നൊന്നും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർ വിചാരിച്ചിരിക്കും ഞങ്ങൾ എവിടെയെങ്കിലും പുറത്ത് ലഞ്ചിന് വേണ്ടിയിട്ട് പോവുമായിരിക്കും, കുറച്ച് നേരത്തെ ഇറങ്ങിയാലല്ലേ സീറ്റൊക്കെ കിട്ടുള്ളൂ, അതായിരിക്കും എന്ന് വിചാരിച്ച് കാണും ചിലപ്പോൾ. അവർക്ക് പോകേണ്ടതോ മാട്ടുംകേയിലേക്കായിരുന്നു. ചർച്ച് കേട്ടുന്ന മാട്ടുംകേയിൽ വരെ പോകണം. അപ്പോൾ പോയി വരാൻ തന്നെ 1 മണിക്കൂർ എടുക്കും. അന്നൊക്കെ ഈ ഗോൾഡ് ജ്വല്ലേഴ്സിൻ്റെ അടുത്ത് ചിട്ട് വെച്ചിട്ട് നമ്മൾ ആഭരണം വാങ്ങുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഓർണമെൻ്റ് അവർ ഉണ്ടാക്കാൻ കൊടുത്തിരുന്നു ചിട്ട് റെഡിയായപ്പോൾ. അപ്പോൾ ആ ഓർണമെൻ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഫോൺ വന്നപ്പോൾ ഇനിയിപ്പോൾ അതിന് ഒരു ദിവസം അവർ വീട്ടിൽ നിന്ന് വരാൻ നിൽക്കണ്ടേ, സമയമൊക്കെ ഒരുപാട് എടുക്കും, ഒരുപാട് ദൂരെ താമസിക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചു ഞങ്ങളെയും കൂട്ടിയിട്ട് ഒരു ഉച്ചനേരത്ത് പോയിട്ടത് വാങ്ങിച്ചിട്ട് വരാമെന്ന്. അങ്ങനെയാണ് ഞങ്ങളത് ചെയ്യാനായിട്ട് പുറപ്പെട്ടത്. അവിടെ പെട്ടെന്ന് എത്തുകയും ചെയ്തു, ഞങ്ങളുടെ പണി പെട്ടെന്ന് കഴിയുകയും ചെയ്തു, സാധനവും കളക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഏതായാലും മാട്ടുങ്ക വരെ പോയതല്ലേ. മാട്ടുങ്ക പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഹബ്ബാണ്. അവിടെ നല്ല സൗത്ത് ഇന്ത്യൻ ഹോട്ടലിൽ നിന്ന് ഒരു ദോശ കഴിക്കാതെ നമ്മൾ തിരിച്ചിങ്ങനെ വരിക. അങ്ങനെ പെട്ടെന്നൊരു ദോശയും കഴിച്ച് ഞങ്ങൾ തിരിച്ച് വേഗം സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിലെത്തിയപ്പോഴാണ് അറിയണത് വണ്ടികളൊന്നുമില്ല. ഒരുപാട് സമയം ഞങ്ങൾ നിന്നു, എന്നിട്ടും ഒരു അനൗൺസ്മെൻറ്റ് പോലും നടക്കണില്ല റെയിൽവേ സ്റ്റേഷനിൽ. ഇതെന്താ കഥ എന്ന് പറഞ്ഞങ്ങനെ ഞങ്ങൾ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാലേ പറ്റുള്ളൂ. അവിടുന്ന് പെർമിഷനും എടുത്തിട്ട് വന്നതാണ് 1 മണിക്കൂറിൽ തിരിച്ചെത്താമെന്നും പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഇവിടെ തന്നെ 2 മണിക്കൂറായി കഴിഞ്ഞിരിക്കുന്നു. വേണ്ടി വന്നാൽ ഒരു അര ദിവസത്തെ ലീവ് കൊടുക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ ഒരു വണ്ടി വന്നു, അത് അരിച്ച് നീങ്ങി അത് സ്റ്റേഷനിലെത്തി. ഇവിടെ ചർച്ച് ഗേറ്റിൽ എത്താറാവുമ്പോഴാണ് ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോഴാണ് അവിടെയൊക്കെ നിറയെ ആളുകളുടെ തിരക്ക്. ആകപ്പാടെ ഒരു പന്തിയല്ലാത്ത രീതിയിലുള്ളൊരു തിരക്ക്. എല്ലാ ബിൽഡിങ്ങിൻ്റെയും മേലെയും ടെറസിലും ബാൽക്കണിയിലും ഒക്കെ ആൾക്കാർ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ആംബുലൻസിൻ്റെ ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. സ്റ്റേഷനിൽ നിന്ന് ഒരു 5 മിനിറ്റ് കഷ്ടിച്ച് നടക്കേണ്ട ദൂരമേ ഓഫീസിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഈ ഓഫീസിൽ എങ്ങനെയെങ്കിലും തിരിച്ചെത്തണം എന്നല്ലേ. ഞങ്ങൾ ആരോടും ഒന്നും ചോദിക്കുന്നില്ല. പെട്ടെന്ന് ഓഫീസിലേക്ക് ധുമ്മെന്ന് നടക്കുക. അവിടെ നടന്ന് ഞങ്ങൾ ഓഫീസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാ ആൾക്കാരും കൂടിയിട്ട് ഒരു നെടുവീർപ്പിടുന്നുണ്ട്, എത്തിയോ ഇവരെന്ന്. പിന്നെ ചോദ്യങ്ങളായി, നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം, ഞങ്ങൾ എത്ര പേടിച്ചിരിക്കുകയായിരുന്നു, അങ്ങനെയാണ് എങ്ങനെയാണ്. അപ്പോഴാണ് ഈ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായ വിവരവും. സീരിയൽ ബോംബ് ബ്ലാസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ബോംബ് ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നു.
ഞങ്ങളാണെങ്കിൽ വെളിയിൽ ഭക്ഷണം കഴിക്കാൻ പോയി എന്നാണ് അവർ വിചാരിച്ചത്. ആ ഫോർട്ട് ഏരിയയിലൊക്കെ ബോംബ് ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. ഇവർ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ ആ ഏരിയയിൽ എങ്ങാനും ഭക്ഷണം കഴിക്കാൻ പോയോ അതിലെങ്ങാനും അകപ്പെട്ടോ ഞങ്ങളെ കാണാതായപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പേടിയിൽ എല്ലാവരും ഇരിക്കുകയായിരുന്നു. ഈ നടന്നു വരുന്ന വഴിയിൽ ഇത്രയും തിരക്കൊക്കെ കാണുമ്പോൾ നമ്മൾ അവരോട് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു എന്താ സംഭവം എന്ന്. അതുപോലും ചോദിക്കാതെ ഓഫീസിൻ്റെ അകത്ത് എത്തിയാൽ മതി എന്നുള്ള ഒരൊറ്റ ഇതിൽ നെട്ടോട്ട് ഓടുകയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് 3 ഫൂളിഷ് വിമൻ എന്ന്. ഇതിനെ ഫൂളിഷ് വിമൻ എന്നല്ലാതെ എന്ത് പറയാൻ പറ്റൂലേ? അങ്ങനെ ഞങ്ങൾ ഈ 3 ഫൂളിഷ് വിമനും ഈ 2026 മാർച്ചിൽ എൻ്റെ വീട്ടിൽ ഒത്തുകൂടി കേട്ടോ. അങ്ങനെ ഒരു 2 ദിവസം ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ മൊത്തം കറങ്ങി അടിച്ചു. എന്തൊരു രസമായിരുന്നു അറിയോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ തരുമല്ലോ എനിക്ക്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഈ പണി ഇനി കുറേ നേരം നീണ്ടു നിൽക്കുന്ന എനിക്ക് തോന്നണത്. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണണ വരയ്ക്കും ബായ്.